ഇപ്പൊ കോവിഡ് വന്നപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ലോകം മുഴുവനും IIT-കളും IIM-കളും NIT-കളും ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എസ്പെഷ്യലി ജെയ്ക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈമേ കുട്ടിക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ടൈം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിലുണ്ട്. ഉള്ള സമയം മുഴുവനും കുട്ടിക്ക് പഠിക്കാം. CBTയും മോക്ക് എക്സാമും കഴിഞ്ഞ് എക്സാമിനേഷന് പോകുന്നൊരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും തൻ്റെ 3 മണിക്കൂർ എങ്ങനെ പ്രോപ്പറായി വിനിയോഗിക്കണമെന്ന് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഹാളിൽ ഒരു ഭയവും ഇല്ലാതെ തൻ്റെ എക്സാമിനേഷൻ അത്രയ്ക്കും ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഒരു രീതിയിലേക്ക് കുട്ടിയെ എത്തിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ സാർ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയൊരു ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽ കിട്ടുക എന്നുള്ളതാണ്. ഒരു 20 years ബാക്ക്. അതെ. ഇന്നിപ്പോൾ മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ട്, മാർക്കിൽ ഇഷ്ടം പോലെ ബുക്കുകളും കാര്യങ്ങളും. ഇപ്പോൾ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ജെയ്ക്ക് ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ട മുഴുവൻ ടോപ്പിക്കിനെയും നമ്മൾ വെൽ സ്ട്രക്ചേർഡായിട്ട് 93 days ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് സാർ ഹൈബ്രിഡ് സിസ്റ്റം ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് ജെയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്? ഒരു ഹൈബ്രിഡ് പ്ലാനിലൂടെ, DTSലൂടെ, ചാപ്റ്റർ വൈസ് എക്സാമിനേഷനിലൂടെ, GIBയിലൂടെ, CBTയിലൂടെ, മോക്ക് എക്സാമിനേഷനിലൂടെ, മെൻറ്റർഷിപ്പിൻ്റെ സഹായത്തോടുകൂടി, പിന്നെ മെറ്റീരിയൽസിൻ്റെ സഹായത്തോടുകൂടി ഒക്കെ അവരുടെ ലൈഫിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. +2 ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞു, റിസൾട്ട് കാത്തിരിക്കുകയായിരിക്കും. അതോടൊപ്പം തന്നെ പല ആളുകളും കേരള എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ എഞ്ചിനീയറിങ്ങിനെ പറ്റിയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പല കുട്ടികൾക്കുള്ള ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെഇ പ്രാവശ്യം ശരിക്കും എഴുതിയില്ലല്ലോ, ഇനി അടുത്ത കൊല്ലം ജെഇ എഴുതണം എന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ജെഇ റിപ്പീറ്റ് ചെയ്താലുള്ള ചിലപ്പോൾ റിസ്ക്, ഒരു വർഷം നഷ്ടപ്പെട്ടു പോകില്ലേ, അങ്ങനത്തെ പല കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാനോ ഒന്നുമല്ല. വെറുതെ മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ട് മാത്രം ജെഇ പോലുള്ള എൻട്രൻസ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പകരം കൃത്യമായിട്ടുള്ള ഒരു അക്കാഡമിക് പ്ലാന്, ഒരു സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പ്രവീൺ കുമാർ സാറാണ്. സാറ് സൈലത്തിൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററാണ്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ ട്രിവാൻഡ്രത്തെ ട്യൂഷൻ ആൻഡ് എൻട്രൻസ് ഫീൽഡ് ഒരുപാട് വർഷങ്ങളോളം അടക്കി വാണിട്ടുള്ള പ്രവീൺ സാർ കെമിസ്ട്രിയിലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള അധ്യാപകനാണ്. നമ്മുടെ ഒരുപാട് വർഷങ്ങളായിട്ട് സൈലത്തിൻ്റെ അക്കാഡമിക് കണ്ടന്റ്, കെമിസ്ട്രി കണ്ടന്റ് ലീഡ് ചെയ്യുന്ന സാറാണ്. ഇപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം ലീഡ് ചെയ്യുന്ന സാറാണ്. സാർ, റിപ്പീറ്റ് ചെയ്യുന്ന പല കുട്ടികളുടെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വർഷം നഷ്ടപ്പെട്ടു പോവല്ലേ, അതുപോലെ തന്നെ കുറേ റിസ്ക് ഒക്കെ അതിലില്ലേ? ഇത്രയും കാലം കുട്ടികളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തെന്ന് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താ? താങ്ക് യു സാർ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ജെഇ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഉള്ളൊരു കാര്യമേ അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഫേസ് ചെയ്യാനുള്ളത് വെറും ഒരു ജെഇ മെയിൻ എക്സാമിനേഷൻ മാത്രമല്ല. അതെ. ഇപ്പം നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ജെഇ മെയിൻ എക്സാമിനേഷനുണ്ട്. ആ ജെഇ മെയിൻ എക്സാമിനേഷനിൽ അവർക്ക് NITകളിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ അത് ഓവർകം ചെയ്ത് അവർ ജെഇ അഡ്വാൻസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട IITകളിൽ പഠിക്കാം. ഇനി ഒരു പക്ഷേ ഇത് രണ്ടും സാധ്യമായില്ലെങ്കിൽ പോലും കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കീം എക്സാമിനേഷൻ എഴുതാം. അതെ. അതോടൊപ്പം തന്നെ ബിറ്റ്സാറ്റ് എക്സാമിനേഷൻ ഉണ്ട്, VIT ഉണ്ട്. അങ്ങനെ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷനുകൾ അവരുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജെഇ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും വರ್ತല്ല എന്ന് ഒരു കുട്ടിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു തീരുമാനത്തിൽ ഒന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ജെഇ റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, അതുപോലെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മളെ കുട്ടികൾ, പല കുട്ടികളും +1 +2 പഠിക്കേണ്ട പല ബേസിക്കുകളും ചിലപ്പോൾ അവരെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവരുടേതല്ലാത്ത കാരണം കൊണ്ടോ ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ ശരിക്കും +1 +2ൻ്റെ സിലബസ് തന്നെയാണല്ലോ ആ എൻട്രൻസിൻ്റെ സിലബസും. അതെ. നമ്മുടെ +1 +2ലെ മുഴുവൻ സിലബസും നല്ല രീതിയിലൊന്ന് വൃത്തിയിൽ പഠിച്ചെടുക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണല്ലോ ഇത്. അതെ അതെ. നമുക്കിപ്പോൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയാണല്ലോ പഠിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത് ഒരു നല്ലൊരു കാര്യം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും സാർ. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത്
11ലും 12ലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുട്ടികൾ വളരെ ഇഫക്റ്റീവായിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതെ. എന്നാൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്ന ചെയ്യിച്ചു സമയത്ത് കൊടുക്കണം. നമ്മൾ ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് അത്രയ്ക്കും എന്താണ് ആത്മാർത്ഥമായിട്ട് പഠിക്കും. അതെ. അതുകൊണ്ട് തന്നെ അവർ NITയിലോ IITയിലോ അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് അവരെ മുന്നോട്ടുള്ള പഠനത്തിന് വളരെ ഇഫക്റ്റീവായിട്ട് സഹായിക്കും ഈ പറയുന്ന ഒരു വർഷത്തെ പരിശീലനം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ തോന്നുന്നത്. പേഴ്സണലി സാർ ഞാനും റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. അതെ. അപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ നമ്മൾ കുറേ ഗ്യാപ്പുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും ആ ഗ്യാപ്പൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്ന സമയം വന്നുള്ളത്. അതെ. ഇനി പല കുട്ടികളുടെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷണൽ കോച്ചിങ്ങുകൾ ഉണ്ടല്ലോ. അതെ. അപ്പോൾ കൺവെൻഷണൽ കോച്ചിങ്ങുകളിൽ പോകുന്നത് കൊണ്ടാണ് പല കുട്ടികൾക്കും എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്തിട്ട് പല ആളുകൾക്കും അത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. ആ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് സാർ ഹൈബ്രിഡ് സിസ്റ്റം ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് ജെയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്? അതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പേ സാറ് യഥാർത്ഥത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതെ അതെ എനിക്കറിയാം, സാറിനെ പറ്റി വളരെ വിശദമായിട്ട് അറിയാം. അപ്പോൾ IITയിൽ നിന്ന് മെഡലിസ്റ്റ് ആയിട്ട് ഒരു പുറത്തേക്ക് വന്നൊരു അധ്യാപകനാണ്. അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടാത്ത ഒരാളാണ്. ആഹാ. പക്ഷേ എത്രയോ കാലം കുട്ടികളുടെ മുന്നിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ മുന്നിൽ പഠിപ്പിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. അതെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താണ് ഈശ്വര എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത്. സൈലത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഈ നിരാശ എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈലത്തിലൊരു വേറൊരു സിസ്റ്റമാണ്, മറ്റു കൺവെൻഷണൽ രീതിയിലുള്ള കോച്ചിങ് സിസ്റ്റം അല്ല സൈലത്തിലുള്ളത്. അതെ. അത് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള റീസൺ ഇവിടുത്തെ പ്ലാൻ ഹൈബ്രിഡ് പ്ലാനാണ്. സാർ, സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ജെയ്ക്ക് ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ട മുഴുവൻ ടോപ്പിക്കിനെയും നമ്മൾ വെൽ സ്ട്രക്ചേർഡായിട്ട് 93 ഡേയ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ 93 ഡേയ്സ് ഓഫ്ലൈനായും അതോടൊപ്പം തന്നെ കുട്ടിക്ക് ആക്റ്റീവായിട്ട് ലേണിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 93 ഡേയ്സ് ഓൺലൈനുമായിട്ടാണ് നമ്മുടെ മൊത്തം പ്ലാൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു കുട്ടി നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഡേ 1 നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് നമ്മുടെ അധ്യാപകർ വളരെ ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കും. അതിൻ്റെ ന്യൂമറിക്കൽസും ക്വസ്റ്റ്യൻസും എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതും നേരത്തെ JEE മെയിനോ അഡ്വാൻസ്ഡിനോ മറ്റ് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അവരെ പരിചയപ്പെടുത്തിയിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് പഠിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോവുക. അതെ അതെ രണ്ടാമത്തെ ഡേയിൽ വിദ്യാർത്ഥി ക്യാമ്പസിലേക്ക് വരേണ്ട ആവശ്യമില്ല. അത് ഒരു സെൽഫ് ലേണിംഗ് ഡേ ആണ്. ആ ഡേയിൽ കുട്ടി ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീട്ടിലോ ആയിരിക്കും. ആ സമയത്ത് ഡേ 1 പഠിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന് റിവൈസ് ചെയ്യാൻ പറ്റും. ആ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേൾ വീഡിയോ എന്നൊരു സെഗ്മെൻറ്റ് നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ചെയ്തു നോക്കാം. അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അതിനും നമ്മൾ ഒരു സെപ്പറേറ്റ് സെഷന് നമ്മുടെ ആപ്പിൽ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ച് മിടുക്കനായിട്ട് അല്ലെങ്കിൽ മിടുക്കിയായിട്ട് മൂന്നാമത്തെ ഡേ ക്യാമ്പസിലേക്ക് വന്ന് ആ 2 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഡെയിലി ടെസ്റ്റ് സീരീസ് എക്സാം എഴുതിയിട്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് കുട്ടി പോകുന്നത്. ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസിൽ ഈ പ്ലാനിനെ പറ്റി, സാറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഒരു ഇഫക്റ്റീവായിട്ട് ഒരു കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിൽ ഇതെങ്ങനെ ഈ പ്ലാൻ വർക്കാവുമെന്ന് സാറിന് തോന്നുന്നുണ്ട്? സാറ് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്തെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്തു. അന്നൊക്കെ കൺവെൻഷണൽ ഇതായിരുന്നല്ലോ, നമ്മുടെ ഓഫ്ലൈൻ കോച്ചിങ് ആണ്. അതെ. പിന്നെ അതിന് ശേഷം IITയിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. IITയിൽ ഒരു സെമസ്റ്റർ 4 മാസം ഉണ്ടാവുള്ളൂ. അതിൽ ഒരു കോഴ്സ് പ്രൊഫസർ ഒരു 50 ക്ലാസ് റൂം ലെക്ചറിനുള്ളിൽ തീർക്കും. അതിനുശേഷം അവർ നമുക്ക് എന്താ വെച്ചാൽ അസൈൻമെന്റുകൾ കാര്യങ്ങളൊക്കെ തരികയാണ് ചെയ്യാം. പിന്നെ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ അഡീഷണൽ യൂട്യൂബ് ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ലോകം മുഴുവനും IITകളും IIMകളും NITകളും ലോകത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹൈബ്രിഡ് മോഡലിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എസ്പെഷ്യലി ജെയ്ക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈമേ കുട്ടിക്ക് പഠിക്കാനുള്ളൂ. അപ്പം ലിമിറ്റഡ് ടൈം മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിലുണ്ട്. ഉള്ള സമയം മുഴുവനും കുട്ടിക്ക് പഠിക്കാം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് സമയം മുഴുവൻ ക്ലാസ് കണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരുന്ന് പാസീവായിട്ട്
ടീച്ചർ ബോർഡിൽ ചെയ്യുന്നത് മാത്രം നോക്കിയിരുന്ന് കളയാൻ പറ്റില്ല. അതെ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണം. അതെ കാരണം എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. അതെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ആ സാറ് പറഞ്ഞത് യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും നിരന്തരമായി നമ്മൾ ക്ലാസ് റൂമുകളിൽ മാത്രം മാത്രം ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതെ ഒരിക്കലും ഒരു കുട്ടിക്ക് തൻ്റെതായ സ്കിൽസിലൂടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കഴിയില്ല. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അതെ മാത്രമാണ് അതെ അതെ പിന്നെ ആ കുട്ടിക്ക് മുന്നോട്ട് ഇഫക്റ്റീവായിട്ട് പോകാൻ അതിൽ പറ്റുക. ഏറ്റവും റിമാർക്കബിൾ ആയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് ലേണിംഗ് എലമെന്റ് അതിൽ ഉണ്ടാവണം. മനസ്സിലായി. ഡെയിലി അത് വർക്കൗട്ട് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നത് സാർ അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അഥവാ കുട്ടിക്ക് ഒരു കാരണവശാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കിളി പോകും. അതെ അതെ അപ്പോഴൊക്കെ നമ്മൾ മിസ്സായി പോയാലൊക്കെ എന്ത് ചെയ്യണം, ഇൻ അതെ കേസ് നമുക്ക് പിറ്റത്തെ ദിവസം ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ റെഫർ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. അതെ അതെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് വേണ്ട തൊട്ടടുത്തൊരു അസിസ്റ്റൻസ് ആണ്. അതെ അതെന്തുണ്ട്, ഓൾറെഡി എല്ലാ പ്രോബ്ലംസ് ഓൾറെഡി നമുക്ക് സോൾവ് ആയിട്ട് ആപ്പിൽ ഉണ്ടാവും. അതെ അതെ ഇനി അതിന് പുറമെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫാക്കൽറ്റി ഹോസ്റ്റലിൽ പോയിട്ട് കുട്ടികളെ ഡൗട്ട് ക്ലിയറൻസും അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ അതെ ചെയ്യുന്നുണ്ടാവും. അതെ യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ ഡേ കുട്ടി ഹോസ്റ്റലിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതെ തീർച്ചയായിട്ടും ഈ വീഡിയോ അസിസ്റ്റൻസ് എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഫാക്കൽറ്റീസ് ആ ഹോസ്റ്റലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ അവർക്ക് വേണ്ട ഡൗട്ട്സ് ഒക്കെ ആ സമയത്ത് അധ്യാപകരോട് നേരിട്ട് ചോദിച്ചും അത് എന്താണ് അവർക്ക് ക്ലാരിറ്റിയിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇത് അടിപൊളിയാണ് സാർ. അതോടൊപ്പം തന്നെ നമ്മൾ ജെഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചാലും അതെ ആ ഒരു സിംഗിൾ ഡേയിലെ 3 മണിക്കൂറിലെല്ലാം തീരുമാനിക്കപ്പെടും. അതെ അപ്പൊ തീർച്ചയായും ആ 3 മണിക്കൂറിനുള്ള ഒരു സിമുലേഷൻ ആണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതെ അതെ ആ ഒരു ദിവസം നമ്മൾ ദൃശ്യത്തിൽ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ ആ ദിവസം റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും അപ്പൊ മാക്സിമം എക്സാം എഴുതി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇതുണ്ടാവണം. എനിക്ക് അതെ തോന്നുന്നു നമ്മൾ ലാർജ് നമ്പർ ഓഫ് എക്സാംസും കൂടി നമ്മൾ നടത്തുന്നുണ്ടെന്ന് അതെ തോന്നുന്നു തീർച്ചയായിട്ടും എക്സാം സിസ്റ്റത്തിനെ കുറിച്ച്. സർ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എക്സാം സിസ്റ്റം ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് കുട്ടികൾക്ക് ആദ്യം അവർ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഡെയിലി ടെസ്റ്റ് സീരീസ് DTS എന്ന് പറയുന്നൊരു ടെസ്റ്റ് സീരീസ് ഉണ്ട് സാർ. അതോടൊപ്പം DTSകൾ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ കൊണ്ട് ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസ് എഴുതിപ്പിക്കും. ഈ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ എഴുതി കുറച്ചുകൂടെ അവർ നന്നായി പ്രിപ്പയർ ചെയ്യുന്നു മനസ്സിലാക്കി കഴിയുമ്പോൾ അതെ നമ്മൾ അവരെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അതെ എഴുതിപ്പിക്കും. അതെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അഥവാ GIB ഓൾ ഓവർ കേരള നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. അതെ അപ്പോൾ കേരളത്തിൽ ഓരോ കുട്ടിക്കും തൻ്റെ റാങ്ക് എത്രയാണെന്ന് അതെ ഈ കോഴ്സിൻ്റെ ആദ്യമേ തന്നെ മനസ്സിലാക്കി തുടങ്ങാനുള്ളൊരു അവസരമാണ് GIB എക്സാമിനേഷൻ. അതിലെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ പൊസിഷൻ എത്രത്തോളം മെച്ചപ്പെടുത്തണമെന്നും ഒരു കുട്ടിക്ക് മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും പറ്റും. ഈ GIB എക്സാമിനേഷനുകൾ നടന്നുകൊണ്ടിരിക്കും. അതിനുശേഷം LMRP വരും, അതെ CBT വരും, മോക്ക് എക്സാമിനേഷൻസ് വരും. യെസ് പക്ഷെ അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് മുൻപ് ആ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണല്ലോ ഈ നമ്മുടെ മെറ്റീരിയൽസ് തയ്യാറാക്കിയത്. അതെ 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 അപ്പോൾ ഒരു മാത്തമെറ്റിക്സിൻ്റെ ഈ കണ്ടൻറ്റ് ഫുൾ ഡെവലപ്പ് ചെയ്ത ആളെന്ന നിലയിൽ ആ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എത്രത്തോളം അതെ ഇഫക്റ്റീവാണ് നമ്മുടെ JEയിൽ IIT അഡ്വാൻസ് വരെ കിട്ടാനുള്ള അതെ രീതിയിൽ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇഫക്റ്റീവാണ് യെസ്. എന്ന് സാറൊന്ന് പറയണം. നമ്മൾ സാർ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയൊരു ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽ കിട്ടുക എന്നുള്ളതാണ്. ഒരു അതെ 20 years ബാക്ക്. അതെ ഇന്നിപ്പോൾ മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ട്, മാർക്കിൽ ഇഷ്ടം പോലെ ബുക്കുകളും കാര്യങ്ങളും. ഇപ്പൊ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മെറ്റീരിയൽ ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതെ അപ്പൊ ഇന്ന് ശരിക്കും മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ NCERTയും PYQ ആണ് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ. ഓക്കെ ഇപ്പൊ NCERTയും PYQ എന്ന് പറയുമ്പോൾ PYQ തന്നെ സാർ കഴിഞ്ഞ ഒരു 8 കൊല്ലത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും ഒരു 5000-ഓളം PYQ തന്നെ ഉണ്ട്. മനസ്സിലായി. അപ്പൊ NCERT ബേസ്ഡ് ആയിട്ടുള്ള PYQ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ മാത്സ് കെമിസ്ട്രി സാറാണ് ഹെഡ് ചെയ്യുന്നത്. അതെ മാത്സ് ഞാൻ എൻ്റെ ടീം ആയിട്ടുള്ള ആളുകൾ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽസ് അതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മെറ്റീരിയൽ എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ആ, PYQ ബേസ്ഡ് ആയിട്ടുള്ള NCERT ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതെ ആൻഡ് അതോടൊപ്പം തന്നെ ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്രേഡഡ് ഡിഫിക്കൽട്ടി ഉള്ള റാങ്ക് ഡിസൈഡിങ് സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണല്ലോ. അതെ അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടെ അതിൽ വന്നിട്ടുണ്ട്. ഫോർ മനസ്സിലായി. എക്സാമ്പിൾ പണ്ടത്തെ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ JEE മെയിൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ശരി അങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ മെറ്റീരിയലും നമ്മുടെ എന്താണ് ഹൈബ്രിഡ് പ്രോഗ്രാമും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ JIBകളൊക്കെ എഴുതി കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നു. ടോപ്പിക് അവസാനിക്കുന്നു. അതെ അതിനുശേഷം നമ്മുടെ അടുത്ത ഒരു സൂപ്പർബ് പ്രോഗ്രാമാണ് അതെ LMRP. അതെ അതെ ആ LMRP അഥവാ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം യെസ് ഈ പറയുന്ന JEE മെയിൻ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് അതെ എത്രത്തോളം ആത്മവിശ്വാസം നൽകുമെന്ന് വളരെ ഇഫക്റ്റീവായിട്ട് സാറിന് പറയാൻ കഴിയും. ഓക്കെ. സാർ നമ്മൾ JEE ജനുവരിയിലാണല്ലോ ആദ്യത്തെ പരീക്ഷ വരാൻ പോണത്.
അപ്പോൾ ജനുവരിക്ക് വെൽ ഇൻ അഡ്വാൻസ് നമ്മൾ പോർഷൻ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷനിലൂടെ കടന്നു പോയിട്ട് വേണം ആക്ച്വൽ എക്സാമിനെ ഫേസ് ചെയ്യാൻ. അതെ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജെഇമെയിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ സാർ ജെയിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് ലോ സ്കോറിംഗ് പരീക്ഷ. ജെഇയിൽ ഒരു ജനുവരി സെഷനിൽ ഒരു 160 170 റേഞ്ചിലേക്ക് എത്തിയാൽ തന്നെ 99% എത്താൻ പറ്റുന്നുണ്ടാവും. അതായത് റഫ്ലി അബവ് 50% സ്കോർ ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ആറ്റി കുറുക്കിയെടുത്ത ഒരു കണ്ടൻസ്ഡ് സാധനമാണ് നമ്മുടെ LMRP എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള പാറ്റേൺസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഒരു റൗണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുട്ടികളെ ഫെമിലറൈസ് ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. കാരണം എല്ലാ ചാപ്റ്റർ കൂടെ ഒരു റൗണ്ട് നമ്മൾ റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ് ആയിട്ടുള്ള മോക്ക് എക്സാംസിലേക്ക് പോകുന്നുണ്ടാവുള്ളൂ. അതായത് മോക്ക് എക്സാമിനേഷന് പോകുന്നതിന് മുൻപ് തന്നെ പഠിച്ചു തീർന്ന മുഴുവൻ ടോപ്പിക്കും റിവൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സൈലം അവതരിപ്പിക്കുന്ന ആ പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ LMRP, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലൂടെ അവർ ആ മുഴുവൻ ടോപ്പിക്കും വളരെ ഇഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്യുന്നു. അതിനുശേഷം അവർ മോക്ക് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കും. ഓക്കെ. അപ്പോൾ ഈ യാത്രയിൽ, ഈ ജേർണിയിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു മെൻറ്റർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ സൈലത്തിൻ്റെ മെൻറ്റർഷിപ്പ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഒരു വിദ്യാർത്ഥി എത്രത്തോളം ഇഫക്റ്റീവായിട്ട് അയാളുടെ ആ ജേർണിയിൽ സഹായിക്കും എന്ന് സാർ ഒന്ന് പറയാമോ? ഇതിൽ നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് മെൻറ്റർഷിപ്പ് എൻട്രൻസ് ഫീൽഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നു സൈലം തുടങ്ങിയ സമയത്ത് നമ്മളാണ് ആദ്യമായിട്ട് മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ഓരോ കുട്ടിക്ക് ഒരു മെൻറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഓഫ് കോഴ്സ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ കൂടെ ആരുണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിന് മേലെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, സ്ഥിരമായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ അവർ ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ അവർക്ക് അവരെ മറ്റ് ഫെസിലിറ്റീസ് എല്ലാം മാനേജ് ചെയ്യാനായിട്ടുള്ള വാർഡന്മാരുണ്ടാവും. പക്ഷെ എന്നാൽ പോലും കുട്ടികളെ എപ്പോഴും അവർ ഇൻസ്പയർ ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവരെക്കാളും ജസ്റ്റ് കുറച്ചുകൂടി മുതിർന്ന ആളുകളാണെന്നുള്ള രീതിയിൽ, ടീച്ചറല്ല എന്നാൽ ഫ്രണ്ടും അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു നമ്മുടെ എപ്പോഴും നമുക്ക് എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മളെ ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മളെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജേർണി ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സാർ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. ചിലപ്പോൾ കുറേ വിഷമവും ഡൗൺ ആവും. പക്ഷേ ഞാൻ എപ്പോഴും പറയാന്ന് പറഞ്ഞാൽ ഇത് ഒരു തപസ് ചെയ്യുന്ന പോലെ തന്നെ അപ്പുറം ഇപ്പുറം നോക്കാതെ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതാ നീ പോണത് ശരിയല്ല, അങ്ങനെ നമ്മളെ ജെന്റിലായിട്ടൊന്ന് ഉപദേശിക്കാനോ ഒക്കെ ഉള്ള ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെന്റേഴ്സ് എന്ന് പറയുന്നത്. അതെ, യഥാർത്ഥത്തിൽ സബ്ജക്റ്റ് കോർഡിനേറ്റർ എന്ന പൊസിഷനിൽ നിന്ന് അക്കാഡമിക് കോർഡിനേറ്റർ എന്നുള്ള ഇതിലേക്ക് മാറുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ആക്ച്വലി എനിക്കും കൂടുകയാണ്. ഒരു ചേട്ടനെ പോലെ, ഒരു അച്ഛനെ പോലെ, ഒരു അധ്യാപകനായിട്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും വലിയ മെന്റർഷിപ്പ് എടുക്കേണ്ട ആൾ ഞാനും. അത് എൻ്റെ ഒരു എന്നോടൊപ്പം ഈ ഓരോ മക്കളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ സൈലത്തിൽ എന്തിനും അവരെ സഹായിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, അങ്ങോട്ട് പിന്നെയും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് CBTകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, മോക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ CBTയും മോക്ക് എക്സാമിനേഷനും എത്രത്തോളം ഈ ജെഇയുടെ ഫൈനൽ ജെഇ മെയിൻ എക്സാമിനേഷൻ തൊട്ട് മുമ്പായി നടത്തുന്ന ഈ എക്സാമിനേഷനുകൾ എങ്ങനെ ആ കുട്ടികൾക്ക് പ്രയോജനപ്രദമായിട്ട് രീതിയിൽ മാറും എന്ന് സാറിന് ഒന്ന് പറയണം. ജെഇ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അത് തന്നെ നമുക്ക് പല കുട്ടികൾക്കും പല എക്സാംസ് ആവും കിട്ടുന്നുണ്ടാവും. ഡിഫറെൻറ്റ് ഷിഫ്റ്റിലാവും കിട്ടുന്നുണ്ടാവുക, ഡിഫറെൻറ്റ് ഡേയിലാവും കിട്ടുന്നുണ്ടാവുക. അത് മോർണിംഗോ ഈവനിങ്ങോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആക്ച്വൽ എക്സാം സെനാരിയോ നമ്മൾ എന്ത് ചെയ്യണം, സിമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസും അതുപോലെ തന്നെ മോക്ക് എക്സാംസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നടത്തുന്ന DTS എന്ന് പറഞ്ഞാൽ പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്ച്വൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ടുവേർഡ്സ് ദി എൻഡ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ പരീക്ഷകൾ എഴുതി അവരെന്ത് ചെയ്യണം, എക്സാം സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. 3 സബ്ജക്റ്റിൽ ക്വസ്റ്റ്യനുകൾ 1 by 1 ആയിട്ട് ചെയ്യാന്നുള്ളതായിരിക്കില്ല സ്ട്രാറ്റജി. അപ്പോൾ അതിലെന്ത് ചെയ്യണം, ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടതുണ്ടാവും, ചില ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യണം, ചിലത് മാർക്ക് ഫോർ റിവ്യൂ ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ എക്സാം എഴുതി കുട്ടിക്ക് കിട്ടേണ്ട കുറേ സ്ട്രാറ്റജീസ്. ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് സാർ ഒരു കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും സെയിം സ്ട്രാറ്റജി ആയിരിക്കില്ല, പല കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അത് അവർ തന്നെ സ്വയം ഫിഗർ ഔട്ട് ചെയ്യേണ്ടതാണ്. ധാരാളം എക്സാം എഴുതുകയും ആ എക്സാമിൽ കൂടെ അവർ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതാണ് എക്സാം സ്ട്രാറ്റജി. അപ്പോൾ എക്സാം സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്ന് പറയുന്ന സാധനം
ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് സാധനമാണ്. ആ. അപ്പോൾ ധാരാളം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസും ലാസ്റ്റ് മോക്ക് എക്സാംസും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ. ജനുവരിയിലെ ജെയിലേക്ക് അവരെ തയ്യാറെടുപ്പിക്കുന്നത് സത്യം അതെ, പറഞ്ഞു അതെ, കഴിഞ്ഞാൽ. അതെ. സർ, അതായത് CBTയും മോക്ക് എക്സാമും കഴിഞ്ഞ് എക്സാമിനേഷന് പോകുന്നൊരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും തൻ്റെ 3 മണിക്കൂർ എങ്ങനെ പ്രോപ്പറായി വിനിയോഗിക്കണമെന്ന് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാകും. കിട്ടും. അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ഹാളിൽ ഒരു ഭയവും ഇല്ലാതെ തൻ്റെ എക്സാമിനേഷൻ അത്രയ്ക്കും ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഒരു രീതിയിലേക്ക് കുട്ടിയെ എത്തിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് അതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. Yes. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കുഞ്ഞ് ഡിസ്കഷനിലൂടെ എനിക്ക് തോന്നിയത്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് പ്ലാനിലൂടെ, അതെ. DTSലൂടെ, അതെ. ചാപ്റ്റർ വൈസ് എക്സാമിനേഷനിലൂടെ, GIBയിലൂടെ, CBTയിലൂടെ, അതെ, അതെ. മോക്ക് എക്സാമിനേഷനിലൂടെ, മെൻറ്റർഷിപ്പിൻ്റെ സഹായത്തോടുകൂടി, അതെ. പിന്നെ മെറ്റീരിയൽസിൻ്റെ സഹായത്തോടുകൂടി Yes. ഒക്കെ അവരുടെ ലൈഫിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അവസരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. അതെ. അതിനെപ്പറ്റി അതോടൊപ്പം എനിക്ക് സാറേ, എനിക്ക് ഈ പറഞ്ഞതിൽ എനിക്ക് ആഡ് ഓൺ, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പറയൂ സർ. നമ്മൾ ജെഇയെ സംബന്ധിച്ചിടത്തോളം സിലബസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈക്വൽ വെയിറ്റേജ് ഉള്ള സംഭവമാണ്. അതെ. സ്കൂളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് അവർക്ക് മാത്സാണ്. ആ. പക്ഷെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ഏറ്റവും ടഫ് മാത്സാണ്. അതെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ. മാത്തമാറ്റിക്സിന് നമ്മൾ അഡീഷണൽ 50% ടൈം അഡീഷണലി കൊടുത്തിട്ടാണ് നമ്മളെ സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ മാത്സ് സാധാരണയേക്കാൾ ടഫാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, ഉം. അല്ലെങ്കിൽ അത് ചെയ്യാൻ കൂടുതൽ സമയം വേണമെന്നുള്ളത് കൊണ്ട് ഉം. നമ്മൾ സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഈക്വൽ വെയിറ്റേജ് ആണെങ്കിൽ പോലും ആ. അഡീഷണൽ ടൈം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ഓക്കെ. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കുട്ടികളും നമ്മളെ സ്കൂളിൽ ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ടാവും വരുന്നുണ്ടാവും. അതെ, അതെ. ഇവിടെ എത്തുമ്പോഴേക്കും ഇവർക്ക് പലപ്പോഴും എൻട്രൻസ് എക്സാമിൽ കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ലാത്തതുകൊണ്ട് സ്പീഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ കാൽക്കുലേഷൻ ന്യൂമറിക്കൽ സ്കില്ലിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഭയങ്കര റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യം സാർ, ചാപ്റ്റർ 0 വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതെ, അതെ, അതെ. അല്ലേ? നമ്മൾ ചാപ്റ്റർ 0 ആദ്യം എല്ലാ ചാപ്റ്ററിന്റെയും, എനിക്ക് തോന്നുന്നു മാത്സിലൊക്കെ ഞങ്ങൾ അഡീഷൻ വെച്ചിട്ട് തന്നെയാണ് ചാപ്റ്റർ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay. അപ്പൊ ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതെ. ഇതെല്ലാം പഠിപ്പിക്കുകയാണ് ആ. ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ബേസിക് ന്യൂമറിക്കൽ സ്കില്ല് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സർ കെമിസ്ട്രിയിലും. അതെ, യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ ഈ പറയുന്ന ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളെയും അതുപോലെ തന്നെ ഈ ടോപ്പിക്കിലേക്ക് ഒരു വിദ്യാർത്ഥിയെ എത്തിക്കുക എന്നുള്ള ഒരു അതെ. ഒരു ഒരു bridging. ബ്രിഡ്ജിങ് എന്ന നിലയിൽ നമ്മൾ 5 ദിവസം കണ്ടക്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുന്ന ഡേ 0 എന്ന് നമ്മൾ വിളിക്കുന്ന ആ പ്രോഗ്രാം അതെ. വളരെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, അതെ. അപ്പോൾ ഡേ 0 മുതൽ ഡേ 93 വരെയുള്ള അതെ. ഒരു ജേണിയാണ് ഈ JEE എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ആ 93 ഡേയ്സിന് ശേഷമുള്ള LMRPകളും CBTയും മോക്ക് എക്സാമിനേഷനും ഒക്കെ അവരെ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, അതെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഡിസ്കഷനിലൂടെ നമ്മൾ കുട്ടിയുടെ പഠനത്തെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അതെ. അപ്പോൾ ഇതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരിക്കുമോ, അതോ എങ്ങനെയാണ് സൈലം അതിനെ ഇതിൽ സർ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സ്ട്രെസ് ഉള്ള ഒരു പരിപാടിയാണ്. അത് സ്ട്രെസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് പച്ചക്കള്ളായിരിക്കും. അതെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ആ ജേണി എന്ന് പറഞ്ഞ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ജേണിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, മെന്റേഴ്സ് ആയിക്കോട്ടെ, ഈ സംവിധാനം ബിൽഡ് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം കുട്ടിയെ ജഡ്ജ് ചെയ്യാതെ അവരെ സ്വപ്നത്തിലേക്കുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് എല്ലാവരും ആ ഒരു ഇതിലാണ്, നമ്മളെ കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കണം, അത് നമ്മളുടെയും കൂടി റിസൾട്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്, വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ളൊരു പരിപാടിയൊന്നുമല്ല. പക്ഷെ ആ ജേണി എത്രയോ സ്മൂത്ത് ആക്കാൻ പറ്റുമോ അത്രയും സ്മൂത്ത് ആക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, ഇത്രയും നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ജനുവരി മാസത്തിൽ phase 1 എഴുതാം. phase 1 എക്സാമിനേഷന് എന്തെങ്കിലും പെർസെൻറ്റേജ് അല്പം കുറവുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് NTA തന്നെ ഏപ്രിൽ മാസം സെക്കൻഡ് ഫേസ് നടത്തുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ഓഫ് 2 അല്ലേ സാർ എടുക്കുന്നത്? ബെസ്റ്റ് ഓഫ് 2 ആണ് എടുക്കുന്നത്. ആ 2 ഫേസ് കഴിഞ്ഞാൽ
അതിൽ നിന്ന് അഡ്വാൻസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അതെ അതെ. അവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ ജെഇ മെയിൻ ജനുവരി കഴിഞ്ഞ അപ്പം തന്നെ ഏകദേശം ഒരു പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതെ. അപ്പോൾ അതിനുശേഷം തന്നെ കുട്ടികൾക്ക് നമ്മൾ ഉടനെ തന്നെ പിന്നെ ക്ലാസ്സുകൾ റിസ്യൂം ചെയ്യും. ഓക്കെ. അപ്പോൾ അതിനുശേഷം ജെഇ മെയിൻ സെക്കൻഡ് ഫേസിലേക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോച്ചിങ്, ആ. അല്ലെങ്കിൽ അഡ്വാൻസ് മാത്രം നോക്കണുള്ളവർക്ക് അഡ്വാൻസിന് വേണ്ട ക്ലാസ്സുകൾ. മനസ്സിലായി. ഇനിയിപ്പോൾ ഏപ്രിൽ എക്സാം കൂടി കഴിഞ്ഞിട്ട് അതിനുശേഷം അഡ്വാൻസ് നോക്കണുള്ളവർക്ക് അഡ്വാൻസിനുള്ള ക്ലാസ്സുകൾ, അങ്ങനെ അവസാനം വരെ. ആ. നമ്മൾ അവസാനത്തെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് അവസാനമൊക്കെ ആകുമ്പോഴേക്കും എന്തുണ്ടാവും, അഡ്വാൻസ് വന്നിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിൽ കീമ് വന്നു പോയിട്ടുണ്ടാവും, ആ. അങ്ങനെ എക്സാംസ് ഒക്കെ വന്നു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ അവസാനത്തെ എക്സാം വരെ നമ്മൾ എന്ത് ചെയ്യും, കുട്ടികളുടെ കൂടെ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ. എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അടുത്തതായിട്ട് വേറെ എക്സാംസ് ഇഷ്ടം പോലെ ഉണ്ട്. ആ. അപ്പോൾ ആ ഒരു സിംഗിൾ ഡേന്റെ റിസ്ക് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ റിസ്ക് അവിടെ ഇല്ല. അതെ. നമുക്ക് ഇഷ്ടംപോലെ എക്സാംസ് കുട്ടികൾക്ക് എഴുതാനുണ്ട്. അവസാനം വരെ നമ്മൾ കുട്ടികളെ കൂടെ നിൽക്കും. അതെ. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊക്കെ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിലാണ് ഏറ്റവും നല്ല ചാൻസ് വരുന്നത്. മനസ്സിലായി. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതിൽ കാര്യം. അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബോർഡ് എക്സാമിന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അക്കാഡമിക് ഇയർ ജൂണിലാണ് തുടങ്ങേണ്ടത്, ജൂൺ വരെയൊക്കെ കാത്തിരിക്കാതെ അതെ. അതെ. നമ്മളതിലേക്ക് നേരെ വരിക എന്നുള്ളതാണ് അതെ. കാര്യം. പലപ്പോഴും വിദ്യാർത്ഥികൾ ജൂണിലേക്ക് കാത്തിരിക്കും ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരിപ്പോൾ തന്നെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഈ അടുത്ത അവരുടെ ഒരു വർഷത്തെ ഈ പ്രിപ്പറേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എനിക്കും തോന്നുന്നത്. അല്ലേ? ശരിയല്ലേ? അതെ അതെ അതെ. മക്കളെ, 2026 2027 ഹൈബ്രിഡ് പ്രോഗ്രാമായ വീര ബാച്ചിലേക്ക് അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് അഡ്മിഷൻസ് മാത്രമേ ഉള്ളൂ. കാലിക്കറ്റ് ക്യാമ്പസിൽ ഇത് ഓൾറെഡി ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. നമ്മുടെ ക്ലാസ്സുകൾ മെയ് 9-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അക്കാഡമിക് കോംപ്രമൈസസ് ഒന്നുമില്ലാത്ത ഒരു അക്കാഡമിക് ഇയറിലേക്ക് നമുക്ക് കണ്ടുമുട്ടാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ശരി. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.